Hallelujah. We can be better, right? Hallelujah. Hallelujah. Amen. ഇന്ന് രാവിലെ സമയത്തിനായിട്ട് കർത്താവിന് പിന്നെയും മഹത്വം കരേറ്റുന്നു. നമുക്ക് ദൈവവചനത്തിൻ്റെ മുമ്പിൽ ആയിരിക്കാൻ ഈ അവസരം വേണ്ടി ലഭിക്കുന്നല്ലോ. We thank God for this morning, and I thank God for the opportunity to be in front of the Word this morning. ഇതുവരെ നമ്മെ പരിപാലിച്ച ദൈവം ഈ 2025 ഇത്രത്തോളം നമ്മെ കാത്തു കൊണ്ടുവന്നു. അതിനായിട്ട് നമുക്ക് ദൈവത്തിന് മഹത്വം കരേറ്റാം. God has helped us this far, and also He's been enabling us to come to this point in 2025. We thank God for that. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് ഒരു കർത്താവ് ചെയ്ത ഒരു അത്ഭുത പ്രവൃത്തിയെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ആഴ്ചയായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. From the book of Luke chapter 5, we have been talking about a miracle Jesus performed for the last 2 weeks. How to handle our failures. നമ്മുടെ പരാജയങ്ങളെ നമുക്ക് എങ്ങനെ നേരിടാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. We have been thinking about how to handle our failures. ഞാനത് ആ മെസ്സേജ് വിട്ട മറ്റൊരു മെസ്സേജ് ഇന്ന് തുടങ്ങുവാൻ താല്പര്യപ്പെട്ടു. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നു. I have prepared to start a new message today, to leave that message behind. ഈവൻ സാമിനോടും ഇന്നലെ ഞാൻ പറഞ്ഞു, I am going for a new message today. We've talked about it last night, say we are going to start a new message today. എങ്കിലും രാത്രി ഞാൻ വീണ്ടും ഇരുന്നപ്പോൾ എനിക്ക് ആ ഭാഗം തന്നെ കൂടുതൽ ചില പ്രത്യേക കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെല്ലാവരോടും വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളുടെ സ്നേഹത്തോടെ ഓർപ്പിക്കുവാൻ എനിക്ക് താല്പര്യം തോന്നി. So as I was meditating on it last night, there was something very important from the same passage I wanted to communicate to you this morning. നമ്മൾ 3 കാര്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് നോക്കുവാൻ തക്കവണ്ണം പഠിക്കുവാൻ ഇടയായി. We looked at 3 aspects of that passage. ഒന്ന്, നമ്മുടെ പരാജയങ്ങളെ നമുക്ക് നേരിടുവാൻ കഴിയണമെങ്കിൽ, ഈ പുതിയ വർഷത്തിൽ പരാജയങ്ങളെ നമുക്ക് വിജയമാക്കി തീർക്കുവാൻ കഴിയണമെങ്കിൽ നമ്മുടെ we must be willing to change. നമ്മൾ വ്യത്യാസപ്പെടുവാൻ, മാറ്റങ്ങൾക്ക് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. If you want to get out of our failures to move forward, we must be willing to make a change in our lives. That's the first point we talked about. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് we must be willing to take risk. വെല്ലുവിളികളെ നേരിടുവാൻ, പ്രയാസങ്ങളെ നേരിടുവാനുള്ള ഒരുക്കം നമുക്ക് ഉണ്ടായിരിക്കണം. Second thing we talked about, that you were willing to take on the challenges that you face in your life. മൂന്നാമത്, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കിയത് we should be willing to work with others, partnership. നമുക്ക് ഒരു പങ്കാളിത്വത്തിൽ പ്രവർത്തിപ്പാനുള്ള ഒരുക്കമുണ്ടായിരിക്കണം. The third thing that we talked about, the willingness to work as partners with others, and that's the third thing we talked. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ചൂണ്ടിക്കാണിക്കാനിടയായി. I had pointed out many aspects of that last week. അങ്ങനെ നമ്മൾ പങ്കാളിത്തം ഉണ്ടാകണമെങ്കിൽ എങ്ങനെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയണം, അവരോട് ക്ഷമിക്കുവാൻ കഴിയണം. To be partners with others, we must be able to love others as well as forgive others. മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ അവരെ എങ്ങനെ കെയർ ചെയ്യുന്നവരായി നമുക്ക് തീരണം. We also talked about how do we care for others in their suffering. മറ്റുള്ളവരെ സംബന്ധിച്ച് പേഴ്സണൽ ഇൻട്രസ്റ്റ് നമുക്ക് കാണിക്കുവാൻ ഇടയാകണം. We must be able to show personal interest and care for others. നമ്മൾ എൻകറേജ് ചെയ്യുന്നവരാകണം. We must be encouraging others. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കാണുവാനിടയായി. We talked about all these points last week. ഇന്ന് നമ്മൾ മുന്നോട്ട് പോയ 2 കാര്യങ്ങൾ കൂടെ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. We want to move forward. We want to talk about 2 more things from this passage. 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 5 മുതൽ 11 വരെ. Luke chapter 5 verses 5 through 11. Simon answered, "Master, we've worked hard all night. I haven't caught anything, but because you say so, I will let down the nets." When they had done so, they caught such a large number of fish, and their nets began to break. So they signaled their partners in the boat to come and help them. And they came and filled both boats so full that they began to sink. When Simon Peter saw this, he fell at Jesus' knees and said, "Go away from me, Lord, I am a sinful man." For he and all his companions were astonished at the catch of the fish they had taken. And so were James and John, the sons of Zebedee, Simon's partners. Then Jesus said to Simon, "Don't be afraid. From now on you will catch men." So they pulled their boats up on shore, left everything and followed him. Amen. നമ്മുടെ പരാജയങ്ങൾ വിജയമായി തീരണമെങ്കിൽ
we have to be willing to repent. അനുതപിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ ഒരുക്കമായിരിക്കണം. If we want to move away from our failures to be successful, we must be willing to repent. ഏറ്റവും എളുപ്പമുള്ള കാര്യം And so that is something very easy. അല്ലേ? Is it true? നിങ്ങൾ ഈ റിപ്പൻറ്റൻസിനെ കുറിച്ച് കേട്ടിട്ടില്ല. I don't think you have heard of repentance. അനുതപിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ ഒരുക്കമുള്ളവരാകണം. We must be willing and to be obedient to repent. ഇവിടെ നമ്മൾ കാണുന്ന പത്രോസ്, ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. Where we see that Peter fell at Jesus' feet and said, "Go away from me, Lord, I am a sinful man." ആരും പത്രോസിനോട് പറഞ്ഞില്ല, നീ അനുതപിക്ക്, മാനസാന്തരപ്പെട്, എന്നാൽ ഞാൻ ഇന്നതാക്കാമെന്നൊന്നും പറഞ്ഞില്ല. Nobody has instructed Peter that you must repent, then I will make you somebody bigger. എന്നാൽ കർത്താവിന്റെ മഹത്വം കണ്ടപ്പോൾ, അവന്റെ പ്രവൃത്തിയുടെ മാഹാത്മ്യം കണ്ടപ്പോൾ തന്നെ പത്രോസിന് സംഭ്രമം പിടിച്ചു. അവൻ യേശുവിന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, കർത്താവേ ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടു പോകണമേ. As Peter himself saw and recognized the great work Jesus have done and recognized who he is, he voluntarily repented and asked God for forgiveness. ദൈവം ആരാന്നും അവന്റെ മഹത്വം എന്നതാണെന്നും തിരിച്ചറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് നമ്മുടെ കുറവുകൾ ഏറ്റുപറയാൻ പറ്റാതെ. Oftentimes we are not able to confess and repent because we don't understand who God is and his greatness. നമ്മുടെ സ്വയം നമ്മിൽ നിറഞ്ഞിരിക്കുക. And we are full of ourselves. എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ തിരഞ്ഞെടുപ്പുകൾ, എൻ്റെ ആഗ്രഹങ്ങൾ, ഇതെല്ലാമായിട്ട് എൻ്റെ ലോകം ഇങ്ങനെ നിറഞ്ഞിരിക്കുക. We are living in our own world about our own choices, our own desires, and that's what we are revolving around. നമ്മുടെ കോസ്മോസില് ദൈവത്തെ കാണാനില്ല, ദൈവത്തിന്റെ ഹിതം കാണാനില്ല. എൻ്റെ ഇഷ്ടം, എൻ്റെ ആഗ്രഹം, എൻ്റെ കാര്യങ്ങൾ മാത്രമാ കാണാനുള്ളൂ. In your own universe and cosmos, you are not able to see God's work. You're all self-centered and selfish. യെശയ്യാ പ്രവാചകനെ കുറിച്ച് നമുക്കറിയാം. And we know about Isaiah. അവൻ പ്രവചനം നമ്മൾ വായിച്ച് പഠിച്ചു നോക്കിയാൽ, If you study the Isaiah's prophecy, ആരംഭ അധ്യായങ്ങളിലെല്ലാം അവൻ പറഞ്ഞുകൊണ്ടിരുന്ന വോ unto you എന്ന, നിങ്ങൾക്ക് നഷ്ടം, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾക്ക് കഷ്ടം എന്ന. you see Isaiah talking to others and say, woe unto you, woe unto you. ആറാം അധ്യായത്തിൽ വരുമ്പോൾ യെശയ്യാവ് ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമായ കർത്താവിന്റെ ദർശനം കണ്ടു. And in chapter 6, Isaiah saw God lifted up in the heavens glorious. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ ആലയത്തെ നിറച്ചിരിക്കുന്നു. And the hem of his garments was filling the temple. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് സാറാഫുകൾ, മറ്റ് ദൂതന്മാർ ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. Seraphims and other angels are declaring the glory to God in the highest. അവർ ആർക്കുന്ന ശബ്ദം കൊണ്ട് ആലയത്തിന്റെ ഉമ്മരപ്പടികൾ കുലുങ്ങിയെന്നാ പറയുന്നത്. Because of that says that it is because of their voice the roof of the temple was shaking. ഇതുവരെ നിങ്ങൾക്ക് കഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന യെശയ്യാവിന്റെ വാക്കുകൾ മാറി. And the words of Isaiah changed, saying woe unto you. ഇപ്പോൾ പറയാൻ തുടങ്ങി, അയ്യോ എനിക്ക് കഷ്ടം. And he started saying woe unto me. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. I am a man of unclean lips. ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളവരുടെ നടുവിൽ ഞാൻ വസിക്കുന്നു. I dwell among the people who have unclean lips. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ അകക്കണ്ണുകൾ തുറന്ന് ദൈവത്തിന്റെ മഹത്വം ഒന്ന് കാണാൻ ഒത്തായിരുന്നെങ്കിൽ, It will be good that we can open our inner eyes and see the glory of God. നമ്മളെ നീതീകരിക്കാനുള്ള പ്രയത്നങ്ങൾ, നമ്മളെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ എല്ലാം വിട്ട് നമ്മുടെ കുറവുകളെ നമ്മൾ ഏറ്റുപറയുമായിരുന്നു. And we would have get rid of all the desire to sanctify and justify us and see what God is. എത്ര നാളുകളായിട്ട് നമ്മൾ കവർ ചെയ്ത് മൂടി വെച്ച് ജീവിക്കുകയല്ലേ? Many years we have been dealing with covering up these things that we are holding on. നമ്മളൊന്ന് ഡീൽ ചെയ്യുന്ന ഒരു അവസരം, ഒരു പോയിന്റ് വരണം. We must come to the point of dealing with those situations. എന്തുവാ നമ്മുടെ പാപങ്ങൾ, നമ്മുടെ കുറവുകൾ, മൂടി വെച്ചത്, നമ്മൾ ഏറ്റുപറയാതിരുന്നത്, ഉപേക്ഷിച്ച് കളയാതിരുന്നത്? What are our shortcomings? What are our sins? The things that we are covering up, we need to get rid of. 32-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, In Psalm 32 we read, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. Blessed is the one who has sins been forgiven. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ
കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. And though he is blessed that the man who sins does not count against him and whose spirit is not deceit. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞാലും എല്ലായ്പ്പോഴും അവൻ അങ്ങനെ ആയിരുന്നില്ല. But even though the psalmist is saying that he was not always like that, കുറെ നാളുകൾ അവൻ മിണ്ടാതിരുന്നു. and for many years that he has been quiet, കുറെ നാളുകൾ അവൻ ഏറ്റു പറയാതിരുന്നു. and for many years he did not confess, കുറെ നാളുകൾ അവൻ ഈ പാപവും ജീവിതത്തിൽ പേറിക്കൊണ്ട് നടന്നു. and for many years he carried this burden of sin in his life. അപ്പൊ എന്താ പറ്റിയത്? So what happened? സങ്കീർത്തനക്കാരൻ അവിടെ തന്നെ പറഞ്ഞു, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. Psalmist says, when I kept silent, my bones wasted away through my groaning all day long. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. For day and night your hand was heavy upon me. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണം കൊണ്ട് എന്നതുപോലെ വറ്റിപ്പോയി. My strength was sapped as in the heat of summer. അപ്പോഴവൻ ഒരു തീരുമാനമെടുത്തു. Then he made a decision. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു. Then I confess my sins to you. എൻ്റെ അകൃത്യം മറച്ചതുമില്ല. I did not cover up my iniquity. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. I said I will confess my transgressions to the Lord. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. And you forgave the guilt of my sin. ഹല്ലേലൂയ. Amen. നമ്മൾ ഏറ്റുപറയാൻ താമസിക്കും തോറും വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്നതുപോലെ മജ്ജയൊക്കെ വറ്റിപ്പോയിക്കൊണ്ടിരിക്കും. As we delay our confession, just like the wilderness, that our bones are getting dry. രാവും പകലും എന്നതുപോലെ ദൈവത്തിന്റെ കൈ നമ്മുടെ മേൽ ഭാരമായതുപോലെ നമ്മൾ അനുഭവിക്കും. His hand will be heavy upon us like the day and the night. ഉള്ളിൽ നിന്നുള്ള ഞരക്കം അസ്ഥികൾ ക്ഷയിച്ചു പോകുന്നുണ്ടോ? Is your bones are drying up? ഈ വർഷം ആരംഭിക്കുമ്പം As you start this new year, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട്. there is one thing very important that we must do. നമ്മുടെ കുറ്റങ്ങൾ ഏറ്റുപറയുക, നമ്മുടെ കുറവുകൾ ഏറ്റുപറയുക. We must confess and acknowledge our shortcoming. ഒരുപാട് കാലം നമ്മൾ എക്സ്ക്യൂസസ് പറഞ്ഞും നീതീകരിച്ചും ജസ്റ്റിഫൈ ചെയ്തൊക്കെ ജീവിക്കാൻ ശ്രമിച്ചില്ലേ? We have tried for many years to justify and ignore those things. ഇത്രയും നാളും ജീവിക്കാൻ ദൈവം അനുവദിച്ചത് തന്നെ ദൈവത്തിന്റെ കരുണയുടെ It ഭാഗമാണ്. is God's mercy that He allowed you to live this far. ഈ പുതിയ വർഷത്തിലേക്ക് നമ്മൾ കയറിയത് തന്നെ ദൈവത്തിന്റെ കരുണയുടെ ഭാഗമാണ്. It is also God's plan of God's mercy that you have entered this new year. അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നുവല്ലോ, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. He commanding every person that to be prepared for this new day. എന്നെ കേൾക്കുന്ന നമ്മ ഓരോരുത്തരോടും ഞങ്ങളോട് ദൈവം ഇന്ന് കൽപ്പിക്കുന്ന കൽപ്പന മറ്റൊന്നുമല്ല. To those who are listening to us, hearing us this morning, there is nothing else God is speaking. ലോകം മുഴുവൻ കീഴടക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. Even though you don't conquer the whole world, നമ്മുടെ കുറവുകളെ കണ്ടെത്തി അതിനെ പരിഹരിപ്പാൻ ഇടയാകണം. we must be able to find out our shortcomings and to be able to reconcile. ഈ നിത്യമായ ഞരക്കത്തിലൊക്കെ വസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായില്ലേ? It has been a while since you're wasting away. അസ്ഥികൾക്കൊക്കെ വലിയ ക്ഷയം പോലെ തോന്നുന്നില്ലേ? Your bones are being wasted away. ഒരു സന്തോഷമുള്ള ഇല്ലാതെയുള്ള ജീവിതം തുടങ്ങിയിട്ട് എത്ര നാളുകളായി? How long it's been that you have lost your joy? അത് ഒരു മാറ്റം വരുത്തണ്ടേ, ഒരു അറുതി വരുത്തണ്ടായോ? Lord, you have to end that and bring a new beginning. എങ്ങനെയാ സാധ്യമാകുന്നത്? How is that possible? എൻ്റെ പാപത്തിൻ്റെ കുറ്റം ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. I have not hidden my transgressions, I have let known you my sins. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. Then you have forgiven my transgression. ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാകട്ടെ. Let that be a new beginning in our own lives. ഈ പുതിയ വർഷത്തിൽ 12-ാം തീയതി വരെ ആയതിലും കുഴപ്പമില്ല. Even let it be a day 12 in the new year. പുതിയ തുടക്കത്തിന് ഇന്നും സാധിക്കും. Even today it is possible to have a new beginning. ഹല്ലേലൂയ. Amen. ദൈവത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ട് നമ്മുടെ കുറവുകളെ ഒന്ന് കാണാം. Let us take on God's powerful forgiveness and start a new beginning. നമുക്കൊരു യു ടേൺ തിയോളജി ഉണ്ടാകണം. We should have a U-turn theology. ഇല്ലേ? എനിക്കറിയാം ഈ മാനസാന്തരവും
റിപ്പൻറ്റൻസ് ഒന്നും പ്രസംഗിക്കുന്ന ആർക്കും ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം. I know nobody likes to hear a message of confession and transformation. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ എന്ന് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഹൃദയത്തിൽ ശക്തമായിട്ടുള്ള ഇംപ്രഷൻ ഉണ്ടായി, ഇത് ഞാൻ പ്രസംഗിക്കണമെന്ന്. But I truly believe the Holy Spirit was forcefully talking to me that I should share this message. ദൈവത്തിൻ്റെ സ്നേഹം, കരുതൽ, വഴികൾ തുറക്കുന്നത്, സാമ്പത്തിക സമൃദ്ധി ഉണ്ടാക്കുന്നത് എല്ലാം കേൾക്കുന്ന വലിയ ഇഷ്ടമാണ്. I know many of you like to hear about God's provisions, God's blessings, all these things. എന്നാൽ നമ്മുടെ വഴികൾക്ക് മാറ്റം വേണമെന്ന്, നമ്മുടെ പഴയ കുറവുകളെ നമ്മൾ ഏറ്റുപറയണമെന്ന്, ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കണമെന്നൊക്കെ പറയുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. But it is not good to hear that you need to change your ways and think of God's plans for your life. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു U-turn തിയോളജി ഉണ്ട്. But so because like I said, you must have a U-turn ഒരു theology. 180 ഡിഗ്രി ടേൺ. We need to have a 180-degree turn. ഒരു ദിശയിലേക്ക് നമ്മൾ പോവുകയായിരുന്നു. We are going in one direction. ആ ദിശയിൽ ഒരു ഫുൾ സ്റ്റോപ്പിൽ വന്നിട്ട് Come to a full stop. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുന്ന വഴിയെ പോകുന്ന ഒരു ടേൺ. And turn around and go the way the Holy Spirit is leading you. 24 പോലെ 25 ഇങ്ങനെ പൊയ്ക്കോളൂ എന്ന് ആരും വിചാരിക്കരുത്. Don't think that 25 would be just like 24 and move on. ഞാൻ അങ്ങനെ വിചാരിക്കുന്നുവെങ്കിൽ ഏറ്റവും വലിയ മൗഢ്യത്തരവാണ്. If you think that is that way, it is the biggest foolishness. ദൈവത്തിൻ്റെ വചനം പറയുന്ന യഹോവയെ കണ്ടെത്താകുന്ന കാലത്ത്, കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. And the word of God says, seek the Lord in the days that you are able to. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. As he is near to you, call upon him. ഇന്ന് അവൻ അടുത്തുണ്ട് കേട്ടോ. He is near to us tonight, this morning. അവന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. His presence is with us. ഇത് കണ്ടെത്താകുന്ന കാലവാ. This is the time that you are able to find him. തപ്പി നോക്കി കണ്ടെത്താൻ പറ്റാത്ത ഒരു കാലം വരും. There may be a time where you are not able to feel him. അങ്ങനെ ഒരു കാലത്തിലേക്ക് നമ്മൾ ഇങ്ങനെ വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. We need to understand we are going fast towards that time. അതുകൊണ്ട് ഈ കണ്ടെത്താകുന്ന കാലത്ത് അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കണം. And we need to call upon his name as you are able to seek and find him. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കണം. When he is near to you, call upon him. ദുഷ്ടൻ തന്റെ വഴിയെ, നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയിലേക്ക് തിരിയട്ടെ. The unrighteous, let them turn from their ways and turn towards God. അവൻ അവനോട് കരുണ കാണിക്കും. Then he will show mercy to him. ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരോടും കരുണ കാണിക്കും. Our God is the God who shows mercy to all those who are listening to us. ദൂരത്തും ചാരത്തുള്ളവരോട് കരുണ കാണിക്കും. Even you are far or near, God will show mercy നമ്മുടെ to you. കുറവുകളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ കരുണ കാണിക്കും. If you confess your sins, he will show mercy to you. അവിടെ യെശയ്യാപ്രവാചകൻ പറയുന്നു, നമ്മുടെ ദൈവത്തിങ്കലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. In Isaiah says, turn to your God and he will forgive you abundantly. ആ പ്രയോഗം എനിക്ക് വലിയ ഇഷ്ടമാണ്. I really like the usage there. ദൈവം എത്ര ക്ഷമിക്കും? How far does he forgive you? ധാരാളം ക്ഷമിക്കും. He will show you great mercy. അവൻ ക്ഷമിക്കുന്ന കാര്യത്തിൽ പിശുക്ക് കാണിക്കാറില്ല. He will not show he will not be a miser in forgiving you. അടുത്തിയെന്ന് ഇന്ന് രാവിലെയും ഈ കണ്ടെത്താകുന്ന കാലത്ത് അവനോട് അപേക്ഷിക്കുന്നുവെങ്കിൽ, if you go near to him as you are able to find him, അവൻ നമ്മോട് ധാരാളമായിട്ട് ക്ഷമിക്കും. he will freely pardon you. അവന്റെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, അതുകൊണ്ട് ഞാൻ കർത്താവിനെ ആരാധിക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കും അറിയാമോ? And that's what the psalmist says, how will I go to the temple of the Lord? നിന്റെ കൃപയുടെ ബഹുത്വത്താൽ ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെന്ന് നിങ്കലുള്ള ഭക്തിയോടെ നിന്നെ ആരാധിക്കും. I will go with the fullness of your grace and go to the temple and worship you. ഇന്ന് രാവിലെ നമുക്ക് അടുത്തു വരാൻ ഇടയായിട്ടുണ്ടെങ്കിൽ അവന്റെ കൃപയുടെ ബഹുത്വം കൊണ്ട് മാത്രമാണ്. Only by his grace that we are able to come to the throne of his. ഹല്ലേലൂയ. Amen. നാളത്തേക്കെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുതേ. Don't put it aside for tomorrow. ഇന്ന് നമുക്ക് ആരംഭിക്കാം. We need to start today. ഇന്ന് നമുക്ക് ഏറ്റുപറയാം. We need to confess today. ജസ്റ്റിഫിക്കേഷൻസ് എല്ലാം മാറട്ടെ. And let all the justifications നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം ഇന്നുണ്ടാകട്ടെ. Let us look back at our lives today. യോവേലിന്റെ പ്രവചനം 2-ാം അധ്യായത്തില്
നമ്മൾ വായിക്കുന്നു. And in Joel chapter 2 we read 12-13 വാക്യങ്ങൾ. and verse 12 and 13. അതിനു മുമ്പുള്ള വാക്യങ്ങളിൽ ഒരുപാട് നഷ്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. Before that they talk about a lot of losses. ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. He had a lot of losses. വെട്ടുക്കിളി ശേഷിപ്പിച്ച് തുള്ളൻ തിന്നു, തുള്ളൻ ശേഷിപ്പിച്ച് പച്ചപ്പുഴു തിന്നു, പച്ചപ്പുഴു ശേഷിപ്പിച്ചത് വിട്ടില് തിന്നു, തിന്നു കളഞ്ഞ് മുഴുവൻ ഇല്ലാതെയായി തീർന്ന ഒരു സമയം. He has a list of losses from locusts to the grasshoppers. Everything has eaten what's left. ആലയത്തിൽ സന്തോഷമില്ല, യാഗങ്ങളില്ല, പുരോഹിതന്മാർ ദുഃഖിക്കുന്നു, ജനം ദുഃഖിക്കുന്നു, ഫീൽഡ് എല്ലാം നശിച്ചു പോയിരിക്കുന്നു. There is no worship in the temple, and the prophets and the priests are lacking worship, and everything in the field is lost. എന്നാൽ അതിനൊരു വലിയ സ്വിച്ച് വരുന്നുണ്ട് കേട്ടോ, ഭയങ്കര ഒരു മാറ്റം. But all of a sudden there's a switch happening. എവിടെയാ മാറ്റം ഉണ്ടാകുന്നതെന്ന് അറിയാമോ? Do you know where the switch is happening? യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലാണ്. And in Joel chapter 2 verse 12. എന്നാൽ ഇപ്പോഴെങ്കിലും even now നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. Return to me with all your heart, with fasting and weeping and mourning, declares the Lord. ചിരിക്കുന്ന സമയം എല്ലാവർക്കും ഇഷ്ടമാ. Everybody likes to have a time of laughter. കരയുന്ന സമയം ആർക്കും വേണ്ടല്ലേ? Nobody likes to have a time of sorrow. മടങ്ങി വന്ന് കരയാനാ ദൈവത്തിന്റെ വചനം പറയുന്നു. The word of God, it says, come back to me with mourning. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വാ, ഉപവാസത്തോടെ വാ, കരച്ചിലോടെ വാ, വിലാപത്തോടെ വാ. Come with fasting and weeping and mourning, it says. എങ്കിലേക്ക് തിരുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. Turn to me, declares the Lord. 13-ാം വാക്യം. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവീൻ. Rend your heart and not your garments, return to the Lord God. മുമ്പേ പറഞ്ഞ വാക്യം ഓർക്കുമല്ലോ, അവൻ ധാരാളം ക്ഷമിക്കുന്നവനാണ്. And remember the word I use, he forgives abundantly, freely. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. He is a compassionate and gracious God, slow to anger. അവൻ അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കും. He will relent for sending calamity. അതുകൊണ്ട് നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? So what we must do? യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു. In verse 15 on we see. ഒരു കാര്യം ചെയ്യണം. We must do one thing. അടുത്ത ഫാസ്റ്റിംഗ് പ്രയറിന് വെയിറ്റ് ചെയ്യണ്ട. Don't wait for the next fasting and prayer. ഈ ക്വാർട്ടറിന്റെ അവസാനം അടുത്ത ഫാസ്റ്റിംഗ് പ്രയർ ടൈം ഉണ്ടല്ലോ. At the end of this quarter we have a fasting prayer. അല്ല, ഈ 15-ാം വാക്യത്തിൽ പറയുന്നു, സിയോനിൽ കാഹളമൂത്, ഒരു ഉപവാസം നിയമിക്ക്, സഭായോഗം വിളിക്ക്. Verse 15 says, blow the trumpet in Zion, declare holy fast, call a sacred assembly. ജനത്തെ കൂട്ടിവരുത്തുവീൻ, സഭയെ വിശുദ്ധീകരിപ്പീൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവീൻ, പൈതങ്ങളെയും മുല കുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവീൻ, മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. Gather the people, consecrate the assembly, bring together the elders, gather the children, those nursing at the breast. Let the bridegroom leave his room and bride her chamber. ഹല്ലേലൂയ. Amen. കേൾക്കുന്നുണ്ടോ? Are you listening to us? ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഭാരമാ. This is the burden of God's heart. ജനം കൂടി വരണം. That people must gather. ഇമ്പോർട്ടന്റ് എന്ന് കരുതുന്ന മറ്റു കാര്യങ്ങളെല്ലാം വിട്ട് കൂടി വരണം. And we get rid of all the things that you consider important and come together. പിന്നെയും എന്നെ ചിന്തിപ്പിക്കുന്ന 17-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ പൂമുഖത്തിന്റെ യാഗപീഠത്തിന്റെ മധ്യേ കരഞ്ഞും കൊണ്ട്, യഹോവേ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ. അവർ യാഗം കഴിക്കട്ടെ എന്നല്ല പറയുന്നത്. പുരോഹിതന്മാർ പൂമുഖത്തിന്റെ യാഗപീഠത്തിന്റെ മധ്യേ കരഞ്ഞും കൊണ്ട് എന്ത് വിളിച്ചു പറയണം? യഹോവേ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ. ജാതികളുടെ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്നേൽപ്പിക്കരുതേ. അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നത് എന്തിന്? എന്നിങ്ങനെ പറയട്ടെ. Let the priests who minister before the Lord weep between the temple porch and the altar. Let them say, spare your people, O Lord. Do not make your inheritance an object of scorn, by a byword among the nations. Why should they say among the people, where is their God? ഒരുപാട് നഷ്ടങ്ങൾ വന്നു. They had a great loss. ഒരുപാട് കഷ്ടങ്ങളിൽ കൂടെ പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയി. Through a lot of suffering and pain. ഒരു അവസാനം വേണമല്ലോ അതിന്.
There should be an end to that. ആ യു ടേൺ തിയോളജി ഇതെവിടാ തുടങ്ങുന്നത്? This is where the U-turn theology starts. ഓ, നമ്മൾ നിലവിളിക്കാൻ തുടങ്ങും, പ്രാർത്ഥിക്കാൻ തുടങ്ങും. As we are calling out to God and ask for mercy, കർത്താവിന്റെ മുഖം അന്വേഷിക്ക്. as you seek God's face, കർത്താവേ, നിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തണമേ, ഞങ്ങളുടെ ദൈവം എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന്? why should the heathen say, where is their God, and show your work, O God? ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. Amen. ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവം എന്ത് ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്ന 18-ാം വാക്യത്തിൽ. So it says, when you do those things in verse 18, this is what God will do. അങ്ങനെ യഹോവ തന്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ച് തന്റെ ജനത്തെ ആദരിക്കും. Then the Lord will be jealous for his land and take pity on his people. യഹോവ തന്റെ ജനത്തിന് ഉത്തരമരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും. The Lord will reply to them, I'm sending you grain and new wine and oil. നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും, ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയില്ല. That will satisfy you fully, and I will never make you an object of scorn among the nations. ഹല്ലേലൂയ. Hallelujah. ഇനി നിന്നയായിരിക്കാൻ കർത്താവ് നമ്മെ സമ്മതിക്കുകയില്ല. He will not allow us to be scorned. കർത്താവിലേക്ക് മടങ്ങി വന്നാൽ മതി. If you turn to him, നമ്മുടെ കുറ്റങ്ങളെ കുറവുകളെ ഏറ്റുപറഞ്ഞാൽ മതി. if you acknowledge and confess your sins, നമ്മുടെ പഴയ വഴികളെ വിട്ടാൽ മതി. if you get away from the old ways, ദൈവത്തിന്റെ ഹിതം അനുസരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. you surrender yourself to be obedient to God's ways, കണ്ണുനീരോടെ നിലവിളിയോടെ അവന്റെ മുഖം അന്വേഷിച്ചാൽ മതി. if you seek his face with weeping and crying, നമ്മുടെ ഒരുപാട് ചിരികൾ കണ്ണുനീരായി മാറിയെങ്കിൽ കൊള്ളായിരുന്നു. it would be good. A lot of our laughter will turn to tears. നമ്മുടെ ഒരുപാട് എന്റർടൈൻമെന്റിന് വേണ്ടിയുള്ള ചെലവഴിക്കുന്ന സമയം ദൈവസന്നിധി കരയാനും നിലവിളിക്കാനും ഏറ്റുപറയാനും ചെലവഴിച്ചേ കൊള്ളായിരുന്നു. It would be good if the time you take for entertainment to turn and to spend time in the presence of God. അങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി തീഷ്ണത കാണിക്കും. And when you do those things, God will show mercy towards you. കർത്താവ് നമ്മെ ആദരിക്കുമെന്നാ ദൈവത്തിന്റെ വചനം The പറയുന്നത്. word of God says he will honor you. ഓ, അവൻ തന്റെ ജനത്തിന് ഉത്തരമരുളിയത്. And he had 19-ാം വാക്യം. he answered, the Lord replied this way, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും. I will send you grain and new wine and oil. നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. You will be fully satisfied with that. ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയുമില്ല. I will never again make you scorn among the nations. 24 മുതലുള്ള വാക്യങ്ങൾ. And verse 24 on, അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. I will repay you for the years of locusts have eaten. നിങ്ങളുടെ ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. The threshing floor will be filled with grain. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായി വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. I will repay you for the years the locusts have eaten. ഇത് കർത്താവിന്റെ പ്രോമിസാണ് ഞാൻ I വിശ്വസിക്കുന്നു. truly believe this is the promise of God. ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള Those പ്രോമിസാ. who accept this word, നിലവിളിയോടെ അടുത്തു വരുന്നവർക്ക് വേണ്ടിയുള്ള പ്രോമിസാ. those who come with sorrow and wailing, കുറവുകളെ പരിഹരിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രോമിസാ. those who reconcile their sins and shortcomings. 26-ാം വാക്യം. Verse 26, നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി. you will have plenty to eat and be full. കുറച്ചുകൂടെ ഡിഷസ് ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല പറയുന്നത്. I'm not talking about making more dishes. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കരം വെളിപ്പെടുന്നതിനെ കുറിച്ചാണ്. We're talking about the hand of God who is a blessing to us. നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ നിങ്ങൾ സ്തുതിക്കും. You will praise the name of the Lord your God who has worked wonders for you. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. Never again will my people be shamed. ഹല്ലേലൂയ. Hallelujah. ആ അഷ്വറൻസ് വേണോ ഇന്ന് രാവിലെ? If you want that assurance this morning, എൻ്റെ ജനം ഒരു നാളിൽ ലജ്ജിച്ചു my പോകുകയില്ല. people will never be ashamed. നമ്മൾ ഒത്തിരി ലജ്ജിച്ചു പോയിട്ടുണ്ട്. There are times we have been ashamed. ഒരുപാട് നിന്ദിതരായിട്ടുണ്ട്. We have been scorned before. മനുഷ്യര് നമ്മളെ വിടക്കം നേണ്ടിയിട്ടുണ്ട്. And people have rejected you. എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട്. There are times other people ignored you and rejected എന്നാൽ you. അതിനൊരു മാറ്റത്തിനുള്ള പ്രോമിസാ ഇത്. But this is a promise for a different
different direction, അവന്റെ സന്നിധിയിലേക്ക് നാം മടങ്ങി വരുന്നെങ്കിൽ, if we come back to his presence, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ കീറി മടങ്ങി വരുന്നെങ്കിൽ, if you render your hearts, not your clothes, ഏറ്റുപറച്ചിലോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ മടങ്ങി വരുന്നുവെങ്കിൽ, you come with confession and crying and weeping, യഹോവയായ ദൈവം തീക്ഷ്ണത കാണിക്കും. God will show mercy to you. എന്നെ നിങ്ങളെ നോക്കി തീക്ഷ്ണത കാണിക്കും. He will show mercy to you. ഇനിയും നിങ്ങൾ നിന്ദയാവുകയില്ല മറ്റുള്ളവരുടെ മധ്യത്തിൽ. You will never be as scornful among others. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ നോക്കണം, ഇവിടെ ഈ അത്ഭുതം നടന്നതല്ല ടേണിംഗ് പോയിന്റ് ആയത്. But you know that the miracle was not the turning point. അത്ഭുതം നടന്നു. അവരോട് കർത്താവ് പറയുക, പത്രോസേ, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാമെന്നല്ല പറഞ്ഞത്. I mean, you know, the miracle happened. Jesus not only told them that I will make you fishers of men. ടേണിംഗ് പോയിന്റ് എവിടെയാ ഉണ്ടായത്? What was the turning point? എവിടെയാ ഉണ്ടായത്? Repentance, confession. റിപ്പന്റൻസ്. അവൻ യേശുവിന്റെ കാൽക്കൽ വീണേച്ച് പറഞ്ഞു, Peter fell at Jesus' feet. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്. Lord, I am a sinful man. നിന്റെ അടുത്ത് വരാൻ എനിക്ക് യോഗ്യതയില്ല. I am not worthy to come to your presence. അവിടെ ടേണിംഗ് പോയിന്റ്, വഴിത്തിരിവ് അവിടെയാ ഉണ്ടായത്. That was the turning point. അവിടെയാ കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം. That's when Jesus said, I will make you fishers of men. നമ്മുടെയും വഴിത്തിരിവുകൾ എവിടെയാ ഉണ്ടാകുന്നതെന്ന് അറിയാമോ? Do you know where your turning point is? നമ്മൾ വിചാരിക്കും ഒരു സൗഖ്യം ഉണ്ടായാൽ പിന്നെ വഴിത്തിരിവാ. Sometimes we think a healing would bring out. നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില പ്രത്യേക വിഷയങ്ങളുണ്ടല്ലോ, അതിന് മറുപടി കിട്ടിയ വഴിത്തിരിവാ, ടേണിംഗ് പോയിന്റാ. There are some things you are praying about, you think that's where the turning point is. അല്ല, റിപ്പന്റൻസോടെ നമ്മുടെ കുറവുകൾ ഏറ്റുപറയുന്നിടത്താ, where you see your shortcomings and repent those, that's where the turning point is. ദൈവസന്നിധി നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്നിടത്താണ്. To reorganizing, reprioritizing your life, that's where God's blessing is. നോക്കിക്കോണം, അവിടെ ഒരു പ്രോമിസ് വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. But you see a very clear promise here. Henceforth എന്നെഴുതി. Henceforth, ഇന്നു മുതൽ, ഇപ്പം മുതൽ. എപ്പം മുതലാ? ഏറ്റുപറഞ്ഞ സമയം മുതൽ. It says from henceforth, meaning from now on, as you confess. ഇന്ന് എത്ര പേർക്ക് ഈ പ്രോമിസ് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട്? How many of you are willing to accept this promise this morning? അങ്ങനെയുള്ളവരോട് കർത്താവ് പറയുക, And for those people the Lord is speaking. Henceforth, ഇപ്പോൾ മുതൽ. And from now on, or henceforth, ഒരു യു ടേൺ ഉണ്ടാകാൻ പോവുകയാ. it's going to be a U-turn. ഇതൊരു വഴിത്തിരിവായി പോകാൻ This is going to be a turnaround or turning ഈ ദിവസം point. ഒരു വഴിത്തിരിവായി തീരും. Let this day be a turning point. ഹല്ലേലൂയ. Hallelujah. ഇത് ഞങ്ങൾ നൽകുന്ന പ്രോമിസ് അല്ല. This is not a promise that we give you. ദൈവവചനത്തിന്റെ പ്രോമിസാ. This is the promise of the word of God. എത്ര പേര് ഏറ്റെടുക്കാൻ തയ്യാറാ? How many of you are willing to accept that promise this morning? ഹല്ലേലൂയ. Amen. ഒരു വഴിത്തിരിവ് വേണം കർത്താവേ. Lord, I want to turn around. 24 പോലെ 25 കൂടെ ജീവിച്ച് എനിക്ക് അവസാനിക്കണ്ട. I don't want to end 25 just like the way I ended 24. കർത്താവേ, ഇതൊരു മാറ്റത്തിന്റെ വർഷമാകണം. Let this be a year of change. നിന്റെ ഹൃദയമിടിപ്പ് ഞാൻ തിരിച്ചറിയുന്ന വർഷമാകണം. I want to know your heartbeat, oh God. Let this be a year for നിന്റെ ഇഷ്ടം തിരിച്ചറിയുന്ന വർഷമാകണം. I want to know your desire for me, oh Lord. നിന്റെ വഴിയെ നടക്കുന്ന ഒരു വർഷമാകണം. Let this be a year I walk in your ways. ഇന്ന് രാവിലെ സങ്കീർത്തനം 119 നമ്മൾ വായിച്ചപ്പോൾ കേട്ടല്ലോ. We heard that Psalm 119 സങ്കീർത്തനക്കാരന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന. A sincere prayer of the psalmist. കർത്താവേ, നിന്റെ വഴി എന്നെ ഉപദേശിച്ച് ആ വഴിയെ എന്നെ നടത്തുമാറാകണമേ. Lord, show me your ways and advise me along the path. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമോ ഇന്ന് രാവിലെ? Can you raise your voice and pray that same prayer? കർത്താവേ, 2025 ഒരു വഴിത്തിരിവിന്റെ വർഷമാക്കണമേ. Lord, turn 2025 into a time of turnaround. ഒരുമിച്ച് നമുക്ക് നിലവിളിക്കാം ദൈവത്തോട്. Let us confess as a church, as a group. നമ്മുടെ നീതീകരണവും നമ്മളെ തന്നെ നല്ലവരെന്ന് ചിന്തിക്കുന്നതും എല്ലാം വിട്ടുകളയാം. Our own self justification, get rid of all that. കർത്താവേ, ഈ വർഷം ഞങ്ങൾക്കൊരു വഴിത്തിരിവിന്റെ വർഷമാകണം. Lord, let this year be a year of turnaround. ഞങ്ങളുടെ കുടുംബത്തിന്, ഞങ്ങളുടെ സഭയ്ക്ക്, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾക്ക് ഇതൊരു ടേണിംഗ് പോയിന്റ് ആകണം. Let this be a turning point for our families, individuals, as a church. ഈ ദേശത്തിനൊരു ടേണിംഗ് പോയിന്റ് ആകണം. For this nation, it should be a turnaround. ഹല്ലേലൂയ. Hallelujah, hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിലവിളി നമ്മുടെ മധ്യയിൽ നിന്ന് ഉയർന്നിരുന്നെങ്കിൽ, I pray that the wailing would come out of us. ഇതിനു വേണ്ടിയുള്ള ഒരു നിലവിളി നമ്മുടെ മധ്യത്തിൽ നിന്ന് ഉയർന്നിരുന്നെങ്കിൽ, Wailing for confessing and getting rid of our sins.
ദൈവം നമ്മെ ആദരിച്ച് തീഷ്ണത കാണിക്കുന്ന അവന്റെ പ്രവർത്തികൾ വെളിപ്പെടാൻ തുടങ്ങും പ്രിയപ്പെട്ടവരെ. He will show his work in our heart, in our lives, that he will continually change us. Hallelujah. Thank you, Jesus. Henceforth, ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ, from this point on. Hallelujah. Thank you, Jesus. Thank you, Jesus. Hallelujah. ദൈവസന്നിധിയിൽ ഏറ്റെടുക്കുന്നവർക്ക് ഇന്ന് രാവിലെ വലിയ ഒരു വിടുതലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I truly believe there will be great deliverance those who accept this word. ഒരുപാട് നാളായിട്ട് ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചില ബന്ധനങ്ങളുണ്ടല്ലേ? You have been in bondage for many years. ആ ബന്ധനങ്ങളിൽ അകപ്പെട്ട് നമ്മൾ ജീവിക്കായിരുന്നെങ്കിൽ, if we are working within that bondage that is on you, അതിൽ നിന്നൊരു സ്വാതന്ത്ര്യം തരാൻ കർത്താവ് ഒരുക്കവാ. God wants to deliver you from that bondage. പക്ഷേ എത്ര പേര് അത് ഏറ്റെടുക്കാൻ ഒരുക്കവാ? But how many of you are willing to accept this morning? കർത്താവേ, എനിക്കൊരു സ്വാതന്ത്ര്യം വേണം. Lord, I want freedom. പാപത്തിന്റെ അധീനതയിലായിരുന്നു ഞാൻ. I was under the influence of sin. ഞരക്കം എൻ്റെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. And I have been crying out to you. ഞാൻ എന്നെ തന്നെ നീതീകരിച്ച് ജീവിക്കുകയായിരുന്നു. Many times I justified my own actions. എന്നോട് ക്ഷമിക്കണമേ എന്ന് ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം. If you can pray that, forgive me, Lord, I want to get out of that. ഇതൊരു മടങ്ങി വരവിന്റെ ദിവസമാകട്ടെ പ്രിയപ്പെട്ടവരെ. This be a day of turning around. Hallelujah. Praise you, Father. Hallelujah. 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 ഞാൻ മുന്നോട്ട് പോയി എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. Let me move forward and close my words. ഏറ്റവും അവസാനത്തെ ഭാഗം എന്നെ വളരെ ചിന്തിപ്പിക്കുന്നതാണ്. Something, the last portion is made me think. കർത്താവിൻ്റെ പല പ്രവൃത്തികളിലും ഒരു കരുണയില്ലെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവല്ലേ? We often think that God doesn't have mercy in some situations. Doesn't make sense എന്ന് നമുക്ക് തോന്നും. We think sometimes it doesn't make any sense. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്യാച്ച് കിട്ടിയതാ. And this is the day that they had the biggest catch in their life. പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വലയെല്ലാം കീറുമാറായി. It was such a large catch that their net was about to break. അതുകൊണ്ട് അവർക്ക് കണ്ടെയ്ൻ ചെയ്യാൻ മേലാഞ്ഞിട്ട് 2 പടകുകൾ നിറച്ചെന്ന് എഴുതിയിരിക്കുന്നു. It says that they couldn't even contain, so they had 2 boats full. വിറ്റായിരുന്നു എന്തുമാത്രം പൈസ കിട്ടിയനെ അല്ലേ? You know, it would have such a great catch. It would have made a lot of money. ശ്രദ്ധിക്കുന്നുണ്ടോ? Are you paying attention? എത്ര രൂപയുടെ സമ്പാദ്യമാണ്. You know, that is such a it's worth a lot of money. 11-ാം വാക്യത്തിൽ എഴുതിയിരിക്കുക, പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. So in verse 7 it says, so they pulled up their boats upon the shore, left everything and followed him. ഒരു ഡിറ്റാച്ച്മെന്റിന് ഉള്ള ഒരുക്കം. And that was a preparation for detachment. പ്രായം കൂടുമ്പം ചിലർക്കൊക്കെ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകാറുണ്ട്. Some people have detachment as they get older. പൗലോസ് പറഞ്ഞോളൂ, പുറമേയുള്ള മനുഷ്യൻ ഇങ്ങനെ നാൾക്ക് നാൾ ക്ഷയിച്ച് പോകുന്നത് കാണുമ്പോൾ ഒരു ഡിറ്റാച്ച്മെന്റ്. Paul says this outer man is disintegrating over time. എനിക്ക് പോകാനുള്ള വണ്ടി വരാറായെന്നു. You know, my vehicle is ready to go. ഒരു ദിവസം ഇവിടുന്ന് പോയേ തീരത്തുള്ളൂ എന്നൊക്കെയുള്ള ഒരു ഡിറ്റാച്ച്മെന്റ്. You got a detachment that I will leave this place one day. അതുവരെ നമ്മൾ ഇങ്ങനെ ബലത്തോടെ മസിലൊക്കെ കാണിച്ച് ജീവിക്കുകയായിരുന്നു. Up to that point you stretch your muscles and show. ഇപ്പം നമുക്ക് മനസ്സിലാകാൻ തുടങ്ങി ഇതിനൊന്നും ഒരു ശക്തിയില്ല. As you get older you understand there is no strength there. ശരീരത്തിന്റെ ബലമെല്ലാം ക്ഷയിച്ചുകൊണ്ടിരിക്കുക. And your body is getting weaker. അപ്പൊ മനസ്സിലാകാൻ തുടങ്ങി ഇതൊന്നും നിൽക്കുകയില്ല. So then you understand this will not last forever. ആ ഡിറ്റാച്ച്മെന്റ് അല്ല. I'm not talking about that detachment. ആരോഗ്യമുള്ളപ്പോൾ, when you are strong, ഓടി നടക്കാൻ പറ്റുമ്പം, when you're able to run around, നമ്മുടെ യൗവന ദിശയില്, in our young age, നമ്മുടെ ബാല്യത്തില്, when you are young and a teenager, ഒരു ഡിറ്റാച്ച്മെന്റ്, a detachment. ലോകം വിട്ടു പോകണമെന്നല്ല. I'm not talking about leaving this world. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് എടുത്തിരിക്കുന്നു. And the Lord said, I have chosen you from this നിങ്ങൾ world. ലോകത്തിലായിരിക്കുന്നു, പക്ഷേ നിങ്ങൾ ലോകത്തിനുള്ളവർ അല്ല. You are in the world but you are not of the world. അതാ ഡിറ്റാച്ച്മെന്റ്. That is what detachment is. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? Are you able to live like that? ഞാൻ ലോകത്തിൽ ജീവിക്കുക, I am living in the world, but with the constant thought that I don't belong to the world. ഞാൻ നിരന്തരമായിട്ട് ഞാൻ ഓർക്കുകയാ, കർത്താവേ, ഈ ലോകത്തിനുള്ളവനല്ലല്ലോ ഞാൻ. But you constantly be reminded that I am in this world but I am not of this world.
ഈ വർഷം ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവുമോ? Do you have a detachment this year? അതോ കുറച്ചുകൂടി അറ്റാച്ച്മെന്റ് ആയിരിക്കുമോ? Or are you getting attached more? കുറച്ചുകൂടെ ഓടി നടന്ന് ധനമൊക്കെ സമ്പാദിച്ച് ഒരുമിച്ച് കൂട്ടി നമുക്കും അനുഭവിക്കാൻ പറ്റത്തില്ല, മക്കൾ അനുഭവിക്കുമെന്ന് വിചാരിക്കും. അവർ ഏതെല്ലാം വഴിയായിരിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. And you are desiring to run around and make more money that you are not able to enjoy it. Sometimes your children are not going to be able to enjoy. നമ്മുടെ എല്ലാ അനുഗ്രഹിക്കപ്പെട്ട മക്കളാ കേട്ടോ, ഒരു കുഴപ്പമുള്ളവരൊന്നും. I thank God for all the blessed children we have. പക്ഷെ എന്നാലും അതല്ലല്ലോ നമ്മുടെ ജീവിത ലക്ഷ്യം, അതല്ല നമ്മുടെ മിഷൻ, അതല്ല. But that should not be your life priority. That should not be your mission. വല്ലവിധേനെ അവർക്ക് വേണ്ടി കുറച്ച് ചരതിച്ചു വെച്ച് നമുക്ക് ഇവിടുന്ന് പോകുക എന്നുള്ള അല്ല നമ്മുടെ ജീവിത ലക്ഷ്യം. Our life goal is not to make more money and secure it for them. ദൈവമക്കളുടെ ലക്ഷ്യം അതാകരുത്. Let the children of God, that should not be your goal. അമ്മയപ്പന്മാർ മക്കൾക്ക് വേണ്ടി കരുതണം. And the parents needs to take care of their children. അത് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. The word of God says that. പക്ഷേ അതിനു വേണ്ടി ആയിരിക്കരുത് നമ്മുടെ ജീവിതത്തിന്റെ ദൗത്യം, മിഷൻ മുഴുവൻ. But our focus and mission in life should not be focused on only securing for them. ഒന്നാമത് കർത്താവ് ആഗ്രഹിക്കുന്നത്, നമ്മളിപ്പം ഫ്ലൈറ്റ്സിലൊക്കെ പോകുന്ന പോലെ ആദ്യം ഓക്സിജൻ മാസ്ക് നിങ്ങൾ തന്നെ വെച്ച് നിങ്ങളെ സെക്യൂർ ആക്കിയിട്ട് അടുത്ത ആളിനെ help you out. As you flying in the stewardess tell you secure yourself or help yourself with the oxygen mask first before you help others. അതിവിടെയും ആപ്ലിക്കബിൾ ആണ്. And that applies in this world. കാരണം രക്ഷ സാർവത്രികമല്ല. But because salvation is not universal. രക്ഷ വ്യക്തിപരമാണ്. It is individual. ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നതാ. I accept Jesus as the personal savior. ഞാൻ യേശുവിനെ ആയിട്ട് ജീവിക്കുന്നതാ. I live for the Lord. എന്റെ നിത്യതയാ. It is my eternity. ആ രക്ഷയ്ക്കായി ഞാൻ വളരുന്നതാ. I am growing towards that eternity. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. That is what Lord desires of us. മറ്റുള്ളവരെ കർത്താവിനെ കുറിച്ച് പറയണം. We must share the Christ with others. പക്ഷേ എന്നെ കുറിച്ച് ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? But what does the Lord desire of me? സമയങ്ങൾ കഴിയും തോറും, ദിവസങ്ങൾ കഴിയും തോറും, As the time go by, the days go by. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളും പ്രിയപ്പെട്ടവരും നമ്മുടെ ചുറ്റുപാടുള്ളവരും ഒക്കെ കാണട്ടെ നമുക്കൊരു ഡിറ്റാച്ച്മെന്റ്. And let our children and those people around us see that we have a detachment. ബന്ധങ്ങൾ വേണ്ടെന്ന് വെക്കണമെന്നല്ല. I'm not saying that the relationships are not important. സ്നേഹിതരെ ഉപേക്ഷിക്കണമെന്നുമല്ല. I'm not saying get rid of your friends. But the things of the world cannot keep me clutched, അതിനോട് നമുക്ക് ബന്ധിച്ച് enslaved ആക്കി വെക്കാൻ പറ്റാത്തത്. But the things of this world should not enslave us. ഹലോ, ഇവിടെ ഇരിക്കുമ്പോൾ എത്ര പേരുടെ ചിന്തകൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ്? How many of you are sitting here still thinking about those things that enslave us? ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, regardless of what situation you are in, എത്ര വേദന നിറഞ്ഞതുമാകട്ടെ, regardless of how painful it is, എത്ര അന്ധകാര നിബിഡവുമാകട്ടെ, let it be what darkness you're facing, അതിന്റെ മധ്യത്തിൽ ഞാൻ ഒരു കാര്യം ചെയ്യും. among all those things I will do one thing. ഒരു അറ്റാച്ച്മെന്റ് ദൈവത്തോട് അടുക്കാനായിട്ട് ഞാൻ എന്നെ ഏൽപ്പിക്കുന്നത്. I will surrender myself to be attached to God and to be near to Him. ലൗകികമായ കാര്യങ്ങളോടൊരു ഡിറ്റാച്ച്മെന്റ്, And a detachment about the worldly things. എന്നെ ആകർഷിച്ചിരുന്ന കാര്യങ്ങൾ, എനിക്ക് സന്തോഷം തന്നിരുന്ന കാര്യങ്ങളോട് ഞാൻ നോ പറയാൻ പോവുകയാണ്. I'm going to say no to the things that attracted me and that I had desire for. ഹല്ലേലൂയ. Amen. രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ലല്ലോ പത്രോസിനും സബദി മക്കൾക്കും ഒക്കെ. Peter and the sons of Zebedee didn't have a second thought. വലിയൊരു ക്യാച്ച് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കിട്ടിയതല്ലേ. We have a great catch we have never received before. വേണേ അവർക്ക് പറയായിരുന്നു, കർത്താവ് ഇതൊന്ന് വിറ്റ് ഇതിന്റെ പൈസ ഒന്ന് കെട്ടി വീട്ടിലൊക്കെ കുറച്ചൊന്ന് കൊടുത്തിട്ട് ഞങ്ങൾ വരാം. They could have said, Lord, we want to sell this and make some money and give it to our family and then come back and follow you. കുറച്ച് പൈസയൊക്കെ കിട്ടിയനല്ലേ. That would have been the good thing to do. കുറച്ച് നാൾ ഫിഷിങ്ങിന് പോലും പോകാതെ അവർക്ക് കാര്യങ്ങളെല്ലാം നടന്നേനെ വീട്ടിൽ. We could have survived for a while without even going to fishing. ഹല്ലേലൂയ. Amen. പക്ഷെ അതൊന്നും അവിടെ എഴുതിയിട്ടില്ല. But then none of that is written there. അവർ അതിനേക്കാൾ വലുതൊന്ന് കണ്ടു. But they saw something greater than that. അല്ലേ? Amen.
അവരോട് ഈ സംസാരിക്കുന്നവന്റെ വലിയ മഹത്വം അവർ കണ്ടു. He saw the greatness of the one who is speaking to them. അതുകൊണ്ട് അവർ പടകും വലയും പിടിച്ച മീനും എല്ലാം വിട്ട് അവനെ അനുഗമിച്ചെന്ന് എഴുതി. Because of that, they left the boat and the great catch they had, the net, everything, and followed him. നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നത്. What are the things that we see with our naked eyes? നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ ഈ ലൗകികമായ കാര്യങ്ങൾ മാത്രമാണ്. Are you only seeing the worldly things with your eyes? താത്കാലികമായ കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് ഇങ്ങനെ സന്തോഷം തന്നുകൊണ്ടിരിക്കുകയാണ്. The temporary things of this world is giving us joy and happiness. എബ്രായ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തരുന്ന ചില വാക്യങ്ങളുണ്ട് 11-ാം അധ്യായത്തിൽ. There are some words of Hebrews that gives us great joy. അല്ലേ, അവർ ഭയങ്കര സമ്പന്നരായിരുന്നു. അവിടെ പറയുന്ന പിതാക്കന്മാർ അബ്രഹാമും മറ്റുള്ളവരും. It says that Abraham and those ancestors were wealthy. പക്ഷെ അവരൊരു ഡിറ്റാച്ച്മെന്റ് തിയോളജി അവർ ഫോം But ചെയ്തായിരുന്നു. they practice a detachment theology. അതുകൊണ്ട് അവരെ കുറിച്ച് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, It is written like that. അവർ കൂടാരങ്ങളിൽ പാർത്തും കൊണ്ട് They lived in tents. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. They were longing for a city that is built by God. അവർ ഏറ്റവും നല്ലതൊന്നിനെ കാക്ഷിച്ചിരുന്നു. And they desired something greater than what this world can offer. അബ്രഹാമേ, നിനക്ക് ഇവിടെ എത്ര നല്ല വലിയ മണിമാളിക ഉണ്ടാക്കാൻ പറ്റിയാലും, Regardless of how great of a mansion you are able to build on this earth, അതിനേക്കാൾ മനോഹരമായത് ദൈവം ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. they look for a city that is founded by God and a great glorious city. ഡിറ്റാച്ച്മെന്റിന്റെ സമ്മറി അവസാനം പറയുന്നേ. But the summary of the detachment is written at the end. എന്താ? ലോകം അവർക്ക് യോഗ്യമായിരുന്നു. This world wasn't appropriate for them. നമ്മൾ എത്ര ഓടിയാലും അധ്വാനിച്ചാലും നമുക്കെല്ലാം സ്വന്തമായിട്ട് ഉണ്ടെന്നൊക്കെ തോന്നിയാലും എൻ്റെ പ്രിയപ്പെട്ടവര്, Regardless of what you accomplish, what you accumulate, all the running, സമ്മറി എന്നതാണെന്ന് അറിയാമോ? but you know the sum of it. ഈ ലോകം നമുക്ക് യോഗ്യമല്ല. This world is not appropriate. ഒരു ഡിറ്റാച്ച്മെന്റ് ഫോം ചെയ്യണം. We must have a detachment from this world. ഈ വർഷം അങ്ങനെ ഒരു വർഷമാകട്ടെ. Let this year be a year like that. എത്ര പേര് സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കും? How many of you will seriously pray? ഞാൻ ഏറ്റുപറയാതെ ചുമന്നുകൊണ്ട് നടന്ന പാപങ്ങളുണ്ട്. There are things that I carried, the sins that are unconfessed. ഇന്ന് രാവിലെ ഞാൻ അവയുമായിട്ട് കർത്താവേ നിന്റെ പാദപീഠത്തിനോട് അടുത്തു വരുന്നു. Lord, I'm coming to your presence, your feet this morning. ഞാൻ അവയെ ഏറ്റുപറയുന്നെന്ന് പറഞ്ഞു. I confess those sins, Lord. ഒരു പുതുക്കമുണ്ടാകട്ടെ ഈ പുതിയ വർഷത്തിൽ. Let this be a renewal in this new year. നമ്മുടെ ഫെയിലിയേഴ്സിനെ നേരിടണമെങ്കിൽ മറ്റു മാർഗമില്ല. If you want to face your failures, there is no other way. നമ്മുടെ കുറവുകളെ ഏറ്റുപറയണം. We must confess our sins. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്? And who will understand their own mistakes? നമ്മിൽ എത്ര പേരത് ഏറ്റുപറയും? How many of you will confess that this morning? എനിക്ക് ഏറ്റുപറയാനുണ്ട്. I have things to confess. ഞാൻ ഇന്നലെയും ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഞാൻ ദൈവസന്നിധിയിൽ ഓരോരോ കാര്യങ്ങൾ എന്നെ തന്നെ ഞാൻ കാണാൻ ശ്രമിക്കുകയായിരുന്നു. As I was preparing this last night, I was looking at, like in the mirror, looking at my own life. എൻ്റെ വാക്കുകൾ, എൻ്റെ ഇടപാടുകൾ, എൻ്റെ നോട്ടവും ഭാവവും, My words, my actions, my dealings. കർത്താവിനെ മഹത്വപ്പെടുത്തിയിട്ടുണ്ടോ? Is it glorifying God? അവന്റെ ഇഷ്ടമെല്ലാം നിറവേറ്റാഞ്ഞതുകൊണ്ട് Just because I did not fulfill his desire for me. എന്ത് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. What a great loss I have accumulated. ഇന്ന് രാവിലെ ഒരു മടങ്ങി വരവിന്റെ ദിവസമാകട്ടെ. Let this day be a day of coming back. ഒരു ഡിറ്റാച്ച്മെന്റ് നമുക്ക് ഫോം ചെയ്യാം. Let us form a detachment from this world. നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത്. I'm not saying you're able to do it on your own. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ You're sincerely praying this നമ്മെ morning. കർത്താവ് അവന്റെ ആ ഡിറ്റാച്ച്മെന്റിനായിട്ട് ഇങ്ങനെ ദിനംതോറും സഹായിക്കും. And he will continue to help us to be detached from this world. എത്ര പേര് അങ്ങനെ ഒരു ഡിറ്റാച്ച്മെന്റ് ഫോം ചെയ്യാൻ How ആഗ്രഹിക്കുന്നു? many of you desire such a detachment in this world? ഈ ലോകത്തിന്റെ കാര്യങ്ങളുമായിട്ടുള്ള ഒരു ഡിറ്റാച്ച്മെന്റ്, The things of this world, a detachment from those things. കർത്താവിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ്. And to be drawn closer to attached to the Lord. ഇവിടുത്തെ കാര്യങ്ങൾ ഏറ്റവും ചെറുതായി കാണുവാനിടയാകണം. As you see things of this world diminished, നമുക്കുള്ള വാഗ്ദത്തങ്ങളെ ഏറ്റവും വലുതായിട്ട് കാണണം. we see the promises of God as more. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. Because of those promises that are there for us, that we get rid of all the things of this world and grow in the fear of God. ഇന്ന് രാവിലെ ഒരു സമർപ്പണത്തോടെ എത്ര പേര് പറയും,
How many of you with a commitment will say this morning, ഒരു മടങ്ങിവരവിനായി ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. I surrender myself for a coming back. നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ എനിക്ക് മടക്കി തരുന്നതിന്, The lost സമയങ്ങൾ years. മടക്കി തരുന്നതിനായി സ്തോത്രം. I thank God for the lost years. He's going to return those to me. കർത്താവ് തരുന്ന തൃപ്തി അനുഭവിപ്പാൻ ഞാൻ എനിക്കിടയാകുന്നതിനായി സ്തോത്രം. I thank God for the satisfaction God is going to give me. ഈ ലൗകികമായ കാര്യങ്ങൾ ഏറ്റവും ചെറുതായി തീരുവാൻ എന്നെ Let സഹായിക്കുന്നതിനായി this സ്തോത്രം. world get smaller and smaller and diminish in my view. ഈ പ്രാർത്ഥന ചെയ്യുന്നവർ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് If നിന്നാട്ടെ. you are making that prayer, I want you to stand on your feet in the presence of God. ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായിട്ട് ഇന്ന് രാവിലെ സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ I വിശ്വസിക്കുന്നു. truly believe the Holy Spirit has spoke very powerfully to you this ഒരു morning. തീരുമാനമെടുക്കാതെ ഇവിടെ നിന്ന് പോകരുത്. Don't leave this place without making a decision. ഒരു റിപ്പൻറ്റൻസ്, നമ്മുടെ ഇടയിൽ നിന്നൊരു കൂട്ടക്കരച്ചിൽ, നമ്മുടെ കുറവുകളെ നോക്കിക്കൊണ്ടുള്ള കരച്ചിൽ ഉയരട്ടെ. We'll let the repentance and the crying out from our amongst go up. ഇന്ന് രാവിലെ നമുക്ക് അങ്ങനെ ദൈവസന്നിധി ഒരു കൂട്ടക്കരച്ചിൽ നമ്മുടെ ഇടയിൽ നിന്ന് ഉയരട്ടെ. Let us have a wailing that comes out of us this morning and a നമുക്ക് confession. ശബ്ദമുയർത്തി പറയാം, കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് Let പറയാം. us raise our voice and say, Lord, forgive us. ശബ്ദമുയർത്തി പറഞ്ഞാട്ട് എല്ലാവരും പറഞ്ഞാട്ട്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, Forgive me. എന്നോട് ക്ഷമിക്കണമേ, കർത്താവേ ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ. Lord, forgive us and bring us back to you, O God. നിന്റെ പദ്ധതികളിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരണമേ. Bring us back to your plans and purpose for us. നിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിപ്പാൻ എന്നെ മടക്കി കൊണ്ടുവരണമേ. Bring us back to take on your promises, O God. Hallelujah. Hallelujah. ഈ വർഷം ഒരു ഡിറ്റാച്ച്മെന്റിന്റെ വർഷമാകട്ടെ. Let this be a year of detachment. കൈകൾ ഉയർത്തി നമുക്ക് കർത്താവിനോട് Let us പ്രാർത്ഥിക്കാം. lift our hands and praise God. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. The presence of God is here. ഒരു തീരുമാനത്തോടെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ If you are standing with a decision to ആ make, തീരുമാനങ്ങളിൽ മേൽ ദൈവം ഇന്ന് പ്രവർത്തിക്കും. but God will work on those decisions. ഒരു പുതുക്കമുണ്ടാകുവാനിടയായി തീരും. There will be a new beginning. ഇന്നൊരു വഴിത്തിരിവിന്റെ ദിവസമായി Let this തീരും. be a day of turnaround. ഹല്ലേലൂയ. Hallelujah. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് Our പ്രാർത്ഥിക്കാം. Heavenly Father, we thank you for the word that is spoken to us, Lord. There are many burdens, there are many things we carried on. In the last year, we continue to carry those burdens this year, oh God. I pray for a renewal among us, oh God. Let there be a true detachment from this world. Lord, your word says that all the things of this world are showed up for fire. Father, the things of this world, the moth and the rust will destroy. Hallelujah. Father, help us to have a heavenly vision. Amen. Help us to store up our treasures in heaven, Amen. Lord. Amen. The things that matter, oh God. Hallelujah. Draw us away from this place. This world will be diminished, and we will have the vision of your glory. The city that is built for us, oh God, just Amen. like Abraham Amen. and the fathers, Lord. They had a great city. They had this great faith. Heroes of faith. They were looking forward to a great city, oh God. Amen. Let that be birthed in us, oh God. Those who made that confession here, as online listening to us, oh Lord, we pray that you transform us, oh God. Help us to move in a new direction. Yes. Turn away from our direction. Hallelujah. Take 180 degrees Hallelujah. turn. Hallelujah. So this year will be a blessing. Amen. Your word says you will bless us, oh God. And we continue to believe your word. We continue to believe your promises, oh God. Father, thank you for enabling your servant to speak to us. Give us new visions, oh God, for this new year. Amen. We thank you and we praise you. Amen.